ഹലോ ചങ്ങായിമാരെ, ഇന്ന് ഞാൻ എൻ്റെ ഒരുപാട് നാളത്തെ ഒരാഗ്രഹം സാധിക്കാനായിട്ട് ഒത്തിരി നാളായിട്ട് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി വെച്ച് ഉള്ള ഒരു ടാറ്റു അടിക്കാനായിട്ട് വയനാട് വരെ പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് രാവിലെ നേരത്തെ, ഞാൻ പാലക്കാടായതുകൊണ്ട് രാവിലെ നേരത്തെ ഇറങ്ങി നല്ല മോർണിംഗ് ടൈമിൽ തന്നെ ഇവിടെ താമരശ്ശേരി ചുരമൊക്കെ കയറാനായിട്ട് പറ്റി. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അവിടെയൊക്കെ. വണ്ടികളൊക്കെ ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടികളൊക്കെ ഇങ്ങനെ പയ്യെ പോകുന്നുണ്ടായിരുന്നുള്ളൂ, വലിയ സ്പീഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല രസമായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. മൂടൽ മഞ്ഞും പിന്നെ നല്ല പച്ചപ്പും, അങ്ങനെ നല്ല ഹരിതരമണീയമായിട്ടുള്ള കാഴ്ചകളായിരുന്നു മൊത്തത്തിൽ. അത് കഴിഞ്ഞ് അങ്ങനെ കുറേ ചുരുങ്ങിയത് ഞങ്ങൾക്കൊരു 4-4.5 മണിക്കൂറെടുത്തു ഞങ്ങൾ അവിടെ എത്താനായിട്ട്, ആ സ്പോട്ടിലെത്താനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തൊരു വ്യൂ പോയിൻ്റ്, എന്തോ ഒരു പേരുണ്ട്, ആ വ്യൂ പോയിൻ്റ് എത്തിയപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് നിർത്തി ഒരു ഇതെടുത്തു. പിന്നെ അവിടെ നിന്ന് വേണ്ടി യാത്ര തിരിച്ച് അങ്ങനെ പോയി നമ്മൾ എത്തിയപ്പോൾ ആ പയ്യനോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഒരു ശിവൻ്റെ ടാറ്റു ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ പ്രകാരം അവൻ ഒരു അടിപൊളി ഒരു ശിവൻ്റെ ഒരു ടാറ്റു അതിനകത്ത് ഗണേശി ഉണ്ട്, പിന്നെ ഒരു താമരയുണ്ട്, പിന്നെ എന്താ ഒരു ചക്ര എന്ന് പറയത്തില്ല, അതെന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അതുണ്ട്. പിന്നെ ഒരു ശിവൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പിന്നെ ഇതൊക്കെ അവൻ്റെ സ്റ്റുഡിയോയിൽ കുറച്ച് സ്റ്റുഡിയോ ഓപ്പൺ ആയിട്ടില്ല, ചെയ്തിട്ടില്ല, പക്ഷേ വർക്കുകളെല്ലാം എടുത്ത് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ വന്ന് ആ പയ്യൻ ചെയ്തു കൊടുക്കും. അങ്ങനെ പരിചയപ്പെട്ടതാണ്. ഞാൻ ആദ്യം വിചാരിച്ച് വീട്ടിൽ വിളിപ്പിക്കാമെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ച് അങ്ങനെ വണ്ടി എടുത്താൽ വഴിക്കൊന്ന് പോകുന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ്. പിന്നെ അവിടെ പോയി എല്ലാം ചെയ്ത് കൈയെല്ലാം ക്ലീൻ ചെയ്ത് അങ്ങനെ ടാറ്റുവിൻ്റെ ഇതാക്കാനുള്ള പരിപാടികളിലേക്ക് കടന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാറ്റു ചെയ്യുന്നത് അവൻ പറഞ്ഞായിരുന്നു ഒരു 8-9 അവർ ആവും ഇത് കംപ്ലീറ്റ് ആവാനായിട്ട്, അത്രയും ടൈം എടുക്കും ചേട്ടാ, അതുകൊണ്ട് നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തുടങ്ങാം എന്ന് പറഞ്ഞ് ഞാൻ എത്തിയ വഴിക്ക് തന്നെ എത്തുമ്പോഴത്തേക്ക് അവനെല്ലാം ചെയ്തു വെച്ചിരുന്നു. ഫോട്ടോ അത് ഞാൻ കൺഫേം ചെയ്തു, ഓക്കെ എന്ന് പറഞ്ഞു. അതിനുശേഷം പെട്ടെന്ന് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് എല്ലാം കഴിഞ്ഞു പടപടേന്നായിരുന്നു എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്ത്. അങ്ങനെ അതെടുത്ത് കയ്യിൽ അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആക്കുന്ന ഇതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ നിൽക്കുന്ന അതേ സ്റ്റാൻഡിങ് പൊസിഷനിൽ നിന്ന് കറക്റ്റായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇത് നമ്മൾ ഇരുത്തി ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് മാറിപ്പോയാലോ എന്ന് വെച്ചിട്ടാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു സഫലീകരണത്തിൻ്റെ ഒരു വല്ലാത്തൊരു ഇതുണ്ടായിരുന്നു എനിക്കിങ്ങനെ. ഞാൻ പണ്ട് ഒരു ടാറ്റു ചെയ്തിട്ടുണ്ട്, എൻ്റെ റൈറ്റ് ഹാൻഡിലൊരു ടാറ്റു ഉണ്ട്. പക്ഷെ അത് ആ സമയത്ത് ഞാൻ ഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അത് എന്താ പറയുക, പിന്നീട് ഇഷ്യൂ ആയാലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മേളിലോട്ട് കയറ്റിയിട്ടൊക്കെയാണ് ചെയ്തത്. പിന്നീടാണ് നമ്മൾ ഫോഴ്സിനകത്ത് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഇതുപോലെ കയ്യിൽ ടാറ്റു എല്ലാം, താഴത്തും ഒരുപാട് സ്ഥലത്ത് ടാറ്റു എല്ലാം ചെയ്ത് നോർമൽ ശരീരത്ത് വെളിയിൽ കാണുന്ന പോലുള്ളതൊക്കെ കാണിച്ചിട്ട് ചെയ്തവർ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെല്ലാം ചെയ്യുമ്പോൾ എന്താ പറയുക, ഓരോ നീഡിൽസ് മുതൽ എല്ലാ സാധനങ്ങളും പുതിയതായിരിക്കും. പുതിയ എല്ലാം എടുത്തവൻ അങ്ങനെ വർക്ക് തുടങ്ങിയിരിക്കുകയാണ്. ആദ്യം ചെയ്തത് നമ്മളുടെ ശിവൻ്റെ കയ്യിലുള്ള ആ ഉടുക്കാണ്. അപ്പോൾ ഇതുവരെ എന്താ പറയുക, നമ്മൾ വീഡിയോസ് എല്ലാം അവൻ ചെയ്തത് ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ടിട്ടുണ്ട്, അല്ലാതെ നമുക്ക് നേരിട്ട് കണ്ടിട്ടുള്ളൊരു ഇതില്ല. അപ്പോൾ ഈ ഉടുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് ഉണ്ട് എന്നുള്ളത് ഒരു സ്വയമായിട്ടൊരു ഇത് കിട്ടി, ഒരു കോൺഫിഡൻസ് കിട്ടി. ഈ സമയത്തൊക്കെ വൈഫ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വേദനിക്കുന്നില്ലേ, ഇങ്ങനെ ഇനി ഇത് എത്ര നേരം എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുക, വേദനിക്കുന്നില്ല. നമ്മൾ വേദനിക്കുന്നുണ്ടെങ്കിലും കാണിക്കാൻ പറ്റില്ലല്ലോ, നമ്മളുടെ ആഗ്രഹപ്രകാരമുള്ള ടാറ്റു അടിയല്ലേ.
അതുകൊണ്ടങ്ങനെ വേദനയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് അങ്ങനെ ഇത് ചുരുങ്ങിയതൊരു 8-8.5 മണിക്കൂർ. ഞങ്ങൾ രാവിലെ 9:30 ഞങ്ങളവിടെ എത്തിയിട്ട് വൈകുന്നേരം 8:30ക്കാണ് ഞങ്ങൾ ഇത് കഴിയുന്നത്. അപ്പോൾ അത്രയും നേരം അതിനിടയ്ക്ക് ലഞ്ചിന് ഒരു ഹാഫ് ആൻ അവർ ഞങ്ങൾ വെളിയിൽ ഹോട്ടലിൽ പോയി കഴിച്ചു എന്നല്ലാതെ ബാക്കി മൊത്തം അവനാ അങ്ങനെ ഇരുന്നിരിപ്പിലാണ് ചെയ്തത്. ഈ ഒരു ടൈമിൽ ഞങ്ങൾ ഈ ഗണപതിയും ആ ഒരു താമരയും പിന്നെ ആ ഉടുക്കും ചെയ്ത ആ സമയത്താണ് ഞങ്ങളൊരു 2 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കാൻ പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ പോയത് 2 മണിക്ക് ശേഷം. പിന്നെ അതിന് ശേഷം പിന്നെ ശിവൻ്റെ പിന്നെ ആ ചക്ര ഇതെല്ലാം ചെയ്ത് പിന്നെ അതിനകത്ത് ഒരുപാട് വർക്കുകൾ വേറെ അതിൻ്റെ ഷെയ്ഡിങ് കൊടുക്കൽ കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് എനിക്കെന്തായാലും ആ പയ്യൻ ചെയ്ത വർക്ക് ഒത്തിരിയായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. അപ്പോൾ എനിക്ക് ടാറ്റു നല്ല പെർഫെക്റ്റായിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് അതിലും ഞാൻ പ്രതീക്ഷിച്ചതിലും വെച്ച് എത്രയോ ബെറ്ററായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തു ആ പയ്യൻ. വളരെ ഹാപ്പിയാണ്. എനിക്ക് ഏറ്റവും ഒരുപാട് ഇഷ്ടപ്പെട്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് ഇപ്പോൾ ചെയ്യാൻ കാരണം ഞാൻ സെപ്റ്റംബർ 6-നാണ് ചെയ്യുന്നത്. സെപ്റ്റംബർ 7-ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഈ ടാറ്റു എനിക്ക് സ്പോൺസർ ചെയ്തത് എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അവളാണ് എനിക്ക് ഇത് സ്പോൺസർ ചെയ്തത്. ഇതിൽ സംഭവങ്ങളെല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്തതെല്ലാം ഞാനാണ്. മറ്റേ ടാറ്റു ചെയ്യുന്ന ആളെ പിടിച്ചതും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ്. പക്ഷേ വൈഫ് പറഞ്ഞു ഇതിന് എത്ര പൈസയാണോ ആവുന്നത് അത് ഏട്ടന് വേണ്ടി ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളുടെ ഒരു സമ്മാനമായിരുന്നു. ഈ സമയത്ത് ഈ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ ഈ ഒരു വെയിറ്റ്നർ കൊടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റേജിലൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. കാരണം ഈ ലോട്ടസൊക്കെ നേരത്തെ കുത്തി അതെല്ലാം അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ലൈനിങ് എല്ലാം മറ്റേ ഷെയ്ഡ് ഇതാവാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അല്ല അടിപൊളിയായിട്ട് അവൻ അതിനെ ഇതാക്കി തന്നു, സൂപ്പറായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ടാറ്റു ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വൈകിയാണെങ്കിലും എടുത്തു ചാടിയൊന്നും ചെയ്യാതെ നല്ല ഒരു ടാറ്റു ഷോപ്പിൽ നിന്ന് തന്നെ ചെയ്യുക, അടിപൊളിയായിരിക്കും.